ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോയിൽ KR ബേക്കറി കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. 1969 മുതൽ KR ബേക്കറി നിലവിൽ വന്നിട്ടുണ്ട്. ആ സമയത്ത് സാധാ ഒരു പഴയ ഫോട്ടോസുകൾ കാണാൻ കഴിയും. സാധാ ഒരു ചെറിയ തട്ടുകട പോലത്തെ ഒരു കടയാണ് തുടങ്ങിയത്. അപ്പോൾ തന്നെ അതിൻ്റെ പേര് KR ബേക്കറി എന്ന് തന്നെയായിരുന്നു. അതിൻ്റെ ചെയർമാൻ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേൾക്കാം. ആ സമയത്ത് അങ്ങനത്തെ ഒരു ബേക്കറി തുടങ്ങണം എന്നുള്ള വലിയൊരു ആഗ്രഹം, ഒരു ബേക്കറി തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് നടന്നിരുന്നത്. അതിന് സപ്പോർട്ടൊന്നും ആരുമില്ലാതെ ഒറ്റയ്ക്ക് തന്നെ എല്ലാം കഷ്ടപ്പെട്ട് ഒക്കെ ചെയ്തിരുന്നത് ഞാൻ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ പ്രതിഫലമാണ് ഇപ്പോൾ KR ബേക്കറി ഇന്നത്തെ പൊസിഷൻ നോക്കുമ്പോൾ ഈ ഒരു അത്രമാത്രം ഒരു വലിയൊരു ലെവലിൽ നിൽക്കാൻ കാരണം. KR ബേക്കറിൻ്റെ സർവീസ് ഒരുപാട് സ്റ്റാഫുകൾ, ഒരുപാട് ജോലിക്കാർക്ക് ഒരു അവസരം കൊടുക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. എത്രങ്ങാനും ജോലിക്കാരാണ് അവിടെ പണിയെടുക്കുന്നത്. ഒരു ഷോപ്പ് മാത്രമല്ല, അവരുടെ ബ്രാഞ്ചുകൾ ഓരോന്നായിട്ട് ഓരോ ഭാഗങ്ങളിൽ, ഓരോ ജില്ലകളിലും ഓരോ ഗ്രാമങ്ങളിൽ വരെ KR ബേക്കറി എന്ന പേരിൽ ഒരു ബേക്കറി തുടങ്ങി അവിടെ 3-4 സ്റ്റാഫുകളെ വെച്ച് അവർക്കൊരു ഉപജീവന മാർഗം കൊടുത്ത് എല്ലാവർക്കും ഒരു ഉപജീവന മാർഗവുമായിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിലുള്ള ബേക്കറികൾ ഒന്നും നിലനിൽക്കുകയും ഈ ബേക്കറി മുഖേനയായിട്ട് എല്ലാ ആളുകൾക്കും ഒരു ഉപജീവന മാർഗം നൽകുകയും കിട്ടണം. ഓരോ സ്ഥലങ്ങളിൽ പോയാൽ, എവിടെ പോയി, ഏത് സ്ഥലത്ത് കോഴിക്കോട് പോയാലും ശരി, മലപ്പുറം പോയാലും ശരി, ഇപ്പോൾ ഏതെങ്കിലും ആ ഭാഗത്തുള്ള ഒരു അതർ സ്റ്റേറ്റുകളിലൂടെ എവിടേക്കിലേക്ക് പോയാലും ശരി, അവിടെ വലിയൊരു റെഡ് ബോർഡിൽ എഴുതിയിട്ടുണ്ടാകും KR ബേക്കറി, വേറെ അല്ലെങ്കിൽ KR ബേക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എഴുതിയിട്ടുണ്ടാവും. അവരുടെ ഫുഡാണെന്നുണ്ടെങ്കിൽ തന്നെ കസ്റ്റമേഴ്സും ഒരുപാട് തന്നെ അവിടെ ഉണ്ടാകാറുണ്ട്. ആ ഷോപ്പിൽ മറ്റുള്ള കടകളിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ KR ബേക്കറിയിൽ കുറച്ച് കൂടുതൽ തന്നെ ആളുകളുണ്ടാകും. കാരണം ഒന്ന് അവരുടെ സർവീസ്, പിന്നെ അവിടുത്തെ പ്രോഡക്റ്റിൻ്റെ ടേസ്റ്റ്, അത്രയ്ക്കൊരു വെറൈറ്റി ടേസ്റ്റുകളാണ് ഓരോ ഭക്ഷണത്തിനും അവിടെ ഉള്ളത്. കേക്കുകളാണെങ്കിലും ശരി, അതുപോലെ തന്നെ ചായയുടെ സ്നാക്സുകൾ, അതുപോലെ എണ്ണക്കടികൾ, അതൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് തന്നെ അവർ സർവീസ് ചെയ്യുന്നത്. എന്നാൽ പോലും അധികം റേറ്റും അധികം വില ഒന്നുമില്ലാതെ, കൂടുതലൊന്നുമില്ലാതെ സാധാരണ റേറ്റിലാണ്, സാധാരണക്കാർക്ക് പറ്റുന്ന രൂപത്തിലുള്ള ഭക്ഷണമാണ് അവർ കൊടുക്കുന്നത്. അതുപോലെ ഈവനിങ് ആയാൽ ഷവർമ, ഷവായി എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ തരം വേറെ ലെവലായിരിക്കും. അതുകൊണ്ട് തന്നെ ആളുകൾ എവിടെ പോയാലും, എന്ത് പർച്ചേസിങ്ങിന് പോയാലും, ഇനിയിപ്പോൾ അത് ഷോപ്പിങ്ങിന് പോയാലും, എന്തിൻ്റെ ആവശ്യങ്ങൾക്ക് പുറത്ത് പോയി നമ്മൾ വന്നാൽ പോലും ആളുകൾ പറയുന്നത് നമുക്ക് ചായ അടിക്കാം, KR ബേക്കറി പോയിട്ട് ചായ അടിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ അങ്ങോട്ട് തന്നെ പോകുന്നത്. അതുപോലെ തന്നെ ഒന്ന് ഫേമസ് ബേക്കറി, അതും ഈ ഒരു ലെവലിൽ KR ബേക്കറിൻ്റെ ഏകദേശമൊക്കെ സെയിം ആയിട്ട് തന്നെ വലിയ ഫേമസ് ആയത് തന്നെയാണ് ആ ഷോപ്പും. എവിടെ പോയാലും KR ബേക്കറിയിൽ പോയാൽ ആളുകൾക്ക് തൃപ്തിയായി തന്നെ വേണ്ടത് കഴിച്ചിട്ട് വരാം. പ്രത്യേകിച്ച് മലയാളികൾക്ക് പോയാൽ മലയാളികളുടെ ഫുഡിൻ്റെ തന്നെ ഒരു വേറെ ഇതാണ്. അവർക്കൊരു വെറൈറ്റി ആയതും വേണം, നല്ല ടേസ്റ്റ് ഉള്ളതും വേണം. മറ്റുള്ളവർ കഴിക്കുന്നതിൽ ഒരു സെപ്പറേറ്റ് ആയിട്ട് വേണ്ടതാണ് മലയാളികളുടെ ഫുഡിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് മെയിനായിട്ട് വേണ്ട ഭക്ഷണത്തിൻ്റെതും, പിന്നെ നാട്ടുകാർക്ക്, അവിടെ മറ്റുള്ള ജനങ്ങൾക്ക് ആവശ്യമായതും അതിനനുസരിച്ചുള്ള ഒരു ഭക്ഷണ ശൈലിയാണ് KR ബേക്കറിയിലുള്ളത്. ഡെഫിനറ്റ്ലി എല്ലാവരും എവിടേക്ക് പോകുമ്പോഴും KR ബേക്കറി പോവുക, ഭക്ഷണം കഴിക്കുക. ആ സ്ഥാപനം മേലും ഉയർന്നു പോകണം